മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം കണ്ട ശേഷം മലയാളികളെ ആകെ അടച്ചാക്ഷേപിച്ച് ബ്ലോഗ് ചെയ്ത ശേഷം ഇപ്പോൾ ആടുജീവിതം എന്ന ചിത്രം കണ്ടപ്പോൾ അഭിനന്ദനങ്ങളുമായി മലയാള സിനിമയെപ്പറ്റി വളരെ മികച്ച അഭിപ്രായമാണ് ശ്രീ ബി ജയമോഹൻ പറഞ്ഞിരിക്കുന്നത്. ആടുജീവിതം ഒറിജിനൽ മലയാള സിനിമ എന്ന ടൈറ്റിലാണ് അദ്ദേഹം മലയാള സിനിമയുടെ മികച്ച സംഭാവനകളെയും മികച്ച സംവിധായകരായ പി ഭാസ്കരൻ, കെ എസ് സേതുമാധവൻ, എ വിൻസെൻ്റ്, പി എൻ മേനോൻ, എം ടി വാസുദേവൻ നായർ, ഭരതൻ, എ കെ ലോഹിതദാസ്, മോഹൻ ഐ വിശ്വേശി, സിബി മലയിൽ തുടങ്ങിയവരെ പറ്റിയും പറഞ്ഞിരിക്കുന്നത്. വരും തലമുറയിൽ പോലും മലയാള സിനിമകളിലെ ക്ലാസിക് ചിത്രങ്ങളിലൊന്നായി ആടുജീവിതം അറിയപ്പെടും. ഒരു ഭാഷാ സിനിമ ഇൻഡസ്ട്രിക്കും ഇതുപോലെ പെർഫെക്ഷനോടുകൂടി ചിത്രം എടുക്കാൻ സാധിക്കുകയില്ല. ബംഗാളി ഫിലിംസ് പെർഫെക്ഷൻ ഉണ്ടായിരുന്നത് ഹിന്ദി സിനിമയുടെ ഇൻഫ്ലുവൻസിൽ നഷ്ടപ്പെട്ടു. ആടുജീവിതം ഇതേ പെർഫെക്ഷനോടെ തമിഴിലോ തെലുങ്കിലോ എടുക്കുവാൻ സാധിക്കുകയില്ല. ആടുജീവിതം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇനിയും അസ്തമിച്ചിട്ടില്ലാത്ത സാധ്യതകളെയാണ് കാണിക്കുന്നത്. മലയാളത്തിലെ മാസ്റ്റർ പീസുകൾ മുമ്പും ഇതുപോലെയുള്ള കഥകൾ സിനിമയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒട്ടും ആർട്ടിഫിഷ്യലും ഓവർ ഇമോഷണലും അല്ലാത്ത ഒരു ക്ലൈമാക്സ് ആടുജീവിതത്തിനുണ്ട്. ഇതാണ് യഥാർത്ഥ മലയാള സിനിമ. മലയാളികൾക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ഇത്രയുമൊക്കെ ആടുജീവിതം എന്ന ചിത്രത്തെപ്പറ്റിയും മലയാളികളെപ്പറ്റിയും മനസ്സിലാക്കിയതിന്, അത് എഴുതിയതിനും അദ്ദേഹത്തിന് ഒരു വലിയ താങ്ക്സ്. മഞ്ഞുമ്മൽ ബോയ്സിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഞ്ഞുമ്മൽ ബോയ്സ് ഗ്യാങ്ങിൻ്റെ മെൻറ്റാലിറ്റി സൗത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന മലയാളി പുറക്കികളുടേതാണ് എന്നും കേരളത്തിലെ ജനങ്ങളുടെ മദ്യപാനത്തെപ്പറ്റിയും സാമൂഹിക പ്രതിബദ്ധതയില്ലായ്മയും എല്ലാം അദ്ദേഹം ആരോപണ വിധേയമാക്കിയിരുന്നു. ചെറുപ്പക്കാർ വനത്തിനുള്ളിൽ പോകുമെന്നും മദ്യപിച്ച് കോമൺ സെൻസ് പോലുമില്ലാതെ, ബേസിക് മര്യാദകളില്ലാതെ സിനിമയിൽ കാണുന്ന പോലെ കുപ്പികൾ പൊട്ടിച്ച് അവിടെയും ഇവിടെയും എറിയും എന്നും എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. പൊന്നിയിൻ സെൽവൻ 1, 2, ഇന്ത്യൻ 2 തുടങ്ങി തമിഴ് ചിത്രങ്ങളും സ്ക്രീൻ റൈറ്ററും, ഒഴിമുറി, കാഞ്ചി 1/2 തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുമായ അദ്ദേഹത്തിന് ആടുജീവിതം എന്ന ഒറ്റ ചിത്രം കൊണ്ട് മലയാളികളെ പറ്റിയുള്ള ധാരണ മാറിയതിൽ സന്തോഷമുണ്ട്.